ഹലോ നമസ്കാരം, രഞ്ജിത്ത്. വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആവും ഇതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എൻ്റെ ചുറ്റുമുള്ള പല ആൾക്കാരും, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. പൈസയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. എൻഡ് ഓഫ് ദി ഡേ കയ്യിൽ പൈസയൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പൈസ സേവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനു വേണ്ടി നിങ്ങളുടെ സ്പെൻഡിങ്സിനെ ആനുവലൈസ് ചെയ്യാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ ലഞ്ച് കഴിക്കുന്നത്, പുറത്തുനിന്ന് ലഞ്ച് കഴിക്കും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നതാണ്, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പുറത്തുനിന്ന് ഒരു ലഞ്ച് കഴിക്കാൻ പോയാൽ ചിലപ്പോൾ ഏകദേശം ഒരു 10-200 രൂപയൊക്കെ ആവും. 200 രൂപ അത്യാവശ്യം നല്ല രീതിയിൽ ലഞ്ച് കഴിക്കുകയാണെങ്കിൽ 200 രൂപ ഒരു ദിവസം ആവുകയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25 ദിവസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 5000 രൂപ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു മാസം ലഞ്ചിന് മാത്രം 5000 രൂപ. അതായത് ഏകദേശം ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ഇൻറ്റു 12 60,000 രൂപ ലഞ്ചിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്നത് 60,000 രൂപയാണ് എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മളൊന്ന് സ്റ്റക്കാവുക. എൻ്റെ ദൈവമേ, 60,000 രൂപ ലഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രം. അതും വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് 1 രൂപ പോലും ചിലവാകാതെ നമുക്ക് ഡീൽ ചെയ്യാമായിരുന്ന ഒരു സാധനം നമുക്ക് ഇത്രയധികം പൈസ സ്പെൻഡ് ആവുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സ്പെൻഡിങ്ങുകളെയും നമ്മളൊന്ന് ആനുവലൈസ് ചെയ്ത് നോക്കുക. അതാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ അടുത്ത ഈ ഒരു 5 പോയിന്റിലേക്ക് ലീഡ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഈ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഷോപ്പിങ്ങുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് വെറുതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു താല്പര്യം തോന്നുന്നു, അതങ്ങ് മേടിച്ച് കളയാമെന്ന് തോന്നുന്നു. വെറുതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാനുള്ളൊരു സാധനം കാണുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു, അത് നമ്മൾ ചുമ്മാ മേടിച്ചിടുന്നു. പലപ്പോഴും ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ട് നമ്മൾ ഒരു വിൻഡോ ഷോപ്പിംഗ് നടത്തുന്ന അല്ലെങ്കിൽ ബാസ്ക്കറ്റിലേക്ക് വലിച്ചിടുന്ന പല സാധനങ്ങളും നമ്മൾ ജീവിതകാലത്ത് പോലും ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടാർഗറ്റ് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് അറിയാവുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ദിവസം 15ഉം 20ഉം ഒക്കെ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഒരു വലിയ ഇൻകമായി എടുത്തിരിക്കുന്ന ഒരു സാധനമാണ് ഇത്തരത്തിലുള്ള ദുശീലങ്ങളുമായി ബന്ധപ്പെട്ട ഐറ്റംസ് എല്ലാം. ഇവരെല്ലാ തവണയും എല്ലാ ബഡ്ജറ്റിലും വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന, സ്ഥിരമായി വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും ഒപ്പം തന്നെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ സാധനം. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണമെങ്കിലും ഒരു ദിവസം വെച്ച് പതിയെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷമൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ലാഭിക്കാനാവുന്ന വലിയൊരു എമൗണ്ടാണ്. അടുത്തത്, നിങ്ങളൊരു ഡെയിലി സേവിങ്ങിന് വേണ്ടി വേണമെങ്കിൽ ഒരു കുടുക്ക, കുട്ടികളൊക്കെ ചെയ്തിരുന്ന പോലെ ഒരു കുടുക്ക വേണമെങ്കിൽ മാറ്റിവെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് അതിനു വേണ്ടി മാത്രം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് കുറച്ച് സേവിങ്സ് നടത്താം. ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ എല്ലാ മാസവും ഒരു SIP എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിക്കറിംഗ് ആകുമ്പോൾ ഒരു മെച്ചം എന്താ വെച്ചാൽ ഇത് ഓട്ടോ ഡെബിറ്റാണ്, ഓട്ടോ ആയിട്ട് അങ്ങോട്ട് പോയിക്കോളും, നമ്മളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒരു റിക്കറിംഗ് ഓട്ടോ ഡെബിറ്റ് പോകുന്ന ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ വൈസായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓഫീസിലാവട്ടെ, ഓഫീസിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ പലപ്പോഴും പല AC, പല ലൈറ്റുകൾ, ഫാനുകൾ ഇതൊന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യില്ല. ഒരാളത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വമൊന്നും ആർക്കും ഉണ്ടാവില്ല. പലപ്പോഴും അത് ഒരു ദിവസം മുഴുവൻ നിന്ന് കറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വളരെ വൈസായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊരു ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ വലിയ രീതിയിലുള്ള എനർജി സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ബിസിനസ്സിലാണെങ്കിൽ നിങ്ങളൊരു എനർജി ഓഡിറ്ററെ കൊണ്ടുവന്ന് നിങ്ങളുടെ എനർജി എങ്ങനെ ലാഭിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് ഗണ്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി, നിങ്ങളൊരു ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിജിറ്റൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻകവും എക്സ്പെൻസും ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പുകളാണ്. ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. മണി വ്യൂ എന്നൊക്കെ പറയുന്ന പോലുള്ള ഇഷ്ടംപോലെ ഡിജിറ്റൽ വാലറ്റുകളുണ്ട്. അപ്പോൾ ഈ വാലറ്റുകൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെസ്സേജ് വഴി അവർ ഓട്ടോമാറ്റിക്കലി എടുത്ത് ഇൻകവും എക്സ്പെൻസും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എൻട്രി കൂടി ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള അനാലിസിസ് പോസിബിളാണ്. ഏത്
ഭാഗത്താണ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്നത്, അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്, ഏത് സമയത്താണ് നിങ്ങൾ എക്സ്പെൻഡ് കംപ്ലീറ്റ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ചാർട്ടുകളും ഗ്രാഫുകളും വെച്ചുകൊണ്ട്. അപ്പോൾ ഇതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ പിശിക്കണമെന്നല്ല കേട്ടോ പറയുന്നത്, തീർച്ചയായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ 50-30-20 റൂളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന റൂളായിരിക്കും. അതായത് 50% നമ്മളുടെ നീഡ്സിന് വേണ്ടിയും 30% നമ്മുടെ വാൺസിന് വേണ്ടിയും 20% സേവിങ്സിന് വേണ്ടിയും എന്ന് പറയുന്ന ആ 50-30-20 റൂൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതൊക്കെ വെച്ച് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ പോകണം, പക്ഷേ എങ്കിലും ഡിസിപ്ലിൻഡ് ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തീരൂ. ഓൾ ദി ബെസ്റ്റ്.